ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഇത് രണ്ടും അവസാനിച്ചു. വെടിനിർത്തലിന് ശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെട്ടു എന്നത് ശരിയാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഏറ്റ തിരിച്ചടി വളരെ വലുതാണ്. കാരണം അവർക്കേറ്റ നഷ്ടങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം. ഒരുപക്ഷെ ലോകത്തെ ഏതൊരു വ്യോമസേനയും വിലമതിക്കുന്ന അത്രയും മൂല്യവത്തായ വിമാനങ്ങളാണ് പാകിസ്ഥാന് നഷ്ടപ്പെട്ടത്. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ സാങ്കേതിക തകരാർ കൊണ്ട് തകർന്നു വീണ ഇന്ത്യയുടെ റഫേൽ ജെറ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ പാകിസ്ഥാനുണ്ടായ തിരിച്ചടിയും നഷ്ടവും വളരെ വലുതാണ്. അതും അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ. കാരണം പാകിസ്ഥാന് ഒരു സാധാരണ ഫൈറ്റർ ജെറ്റ് മാത്രമല്ല നഷ്ടപ്പെട്ടത്. പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് അവാക്സ് വിമാനങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനവും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് പ്രധാന പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതായും കുറഞ്ഞത് 5 ശത്രു യുദ്ധവിമാനങ്ങളെയും ഒരു വലിയ സൈനിക വിമാനത്തെയും നശിപ്പിച്ചതായും ഒക്കെ ഇന്ത്യൻ വ്യോമസേന അഭിപ്രായപ്പെട്ടിരുന്നു, അവകാശപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഒരു ഇലക്ട്രോണിക് ഇന്റലിജന്റ് വിമാനത്തെയോ അല്ലെങ്കിൽ ഒരു അവാക്സ് വിമാനത്തെയോ വെടിവെച്ചിട്ടതായി ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വ്യോമയുദ്ധമായി കണക്കാക്കപ്പെടുന്ന മെയ് 6-7 തീയതികളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു ഡോഗ് ഫൈറ്റിന് മാസങ്ങൾക്ക് ശേഷമാണ് വ്യോമസേന മേധാവിയുടെ ഈ വെളിപ്പെടുത്തൽ വന്നത്. 500-700 കിലോമീറ്റർ പരിധിക്കുള്ളിൽ 125ലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഈ ഏറ്റുമുട്ടലിൽ ചൈനീസ് നിർമ്മിത J-10C യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ച PL-15 മിസൈലുകൾ ഉപയോഗിച്ച് 3 അത്യാധുനിക റഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 5 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ വ്യോമസേന അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ ഇന്ത്യ നിഷേധിച്ചു. എന്നാൽ ഒരു റഫേൽ വിമാനം പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം മൂലമല്ല, ഉയരത്തിൽ വെച്ചുള്ള സാങ്കേതിക തകരാർ മൂലമാണ് നഷ്ടപ്പെട്ടതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. എന്നിരുന്നാലും പല കാരണങ്ങളാൽ പാകിസ്ഥാന് ഒരു അവാക്സ് വിമാനം നഷ്ടപ്പെട്ടതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റാഫേലിന്റെ നഷ്ടം വളരെ ചെറുതാണ്. ഈ അവാക്സിന്റെ നഷ്ടം പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുന്നത് എന്തുകൊണ്ടാണ്? എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നത് വിമാനങ്ങൾ, കപ്പലുകൾ, വാഹനങ്ങൾ, മിസൈലുകൾ, ദീർഘദൂരങ്ങളിൽ നിന്നുള്ള മറ്റു വ്യോമഭീഷണികൾ എന്നിവ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എയർബോൺ റഡാർ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമാണ്. ഒരൊറ്റ അവാക്സ് വിമാനത്തിന് ഏകദേശം $100 മില്യൺ വില വരും. ഇതൊരു റഫേൽ യുദ്ധവിമാനത്തിന്റെ വിലയ്ക്ക് ഏകദേശം സമമാണ്. എന്നാൽ ഒരു അവാക്സ് സിസ്റ്റത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഈ അവാക്സ് സിസ്റ്റം ഏതൊരു വ്യോമസേനയ്ക്കും വളരെ തന്ത്രപരമായ ഉയർന്ന മൂല്യമുള്ള ഒരു സൈനിക ആസ്തി തന്നെയാണ്. ഇത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാൽ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ തുളച്ചു കയറാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഒരു അവാക്സ് വിമാനം നശിപ്പിച്ചു. മുറിദ് ചക്ലാല പോലുള്ള കുറഞ്ഞത് 2 കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളെങ്കിലും ഞങ്ങൾക്ക് ആക്രമിക്കാൻ സാധിച്ചു. കുറഞ്ഞത് 6 റഡാറുകളെങ്കിലും നമ്മൾ നശിപ്പിച്ചു. അവയിൽ ചിലത് വലുതും ചിലത് ചെറുതുമാണ്. അതുപോലെ ലാഹോറിലും ഒഹാരയിലുമുള്ള 2 SAGW സിസ്റ്റങ്ങൾ, 3 ഹാങ്കറുകൾ, ഞങ്ങൾ ഇതെല്ലാം ആക്രമിച്ചു. ഒന്ന് സുക്കൂർ UAV ഹാങ്കർ, ബൊളാരി ഹാങ്കർ, ജേക്കബാബാദ് F-16 ഹാങ്കർ എന്നിവയാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ച ഹാങ്കറുകളെന്ന് വ്യോമസേന മേധാവി പറഞ്ഞു. ആ എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ ഹാങ്കറിൽ കുറഞ്ഞത് ഒരു എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനത്തിന്റെ സൂചനയും പിന്നെ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്ന കുറച്ച് F-16 യുദ്ധവിമാനങ്ങളുടെ സൂചനയും ഞങ്ങളുടെ കൈവശമുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന 16ാമത് എയർ ചീഫ് മാർഷൽ LM ഖത്രെ മാരക പ്രഭാഷണത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനിടെയാണ് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ഇക്കാര്യം പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 സിസ്റ്റം ഉപയോഗിച്ച് കുറഞ്ഞത് 5 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു വലിയ വിമാനവും വെടിവെച്ചിട്ടതായി വ്യോമസേന മേധാവി പറഞ്ഞു.
അവാക്സ് വിമാനമാണെന്ന് കരുതപ്പെടുന്ന ആ വലിയ വിമാനം ഏകദേശം 314 കിലോമീറ്റർ അകലെ നിന്ന് വെടിവെച്ച് വീഴ്ത്തി. ഇത് ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഉപരിതല വ്യോമ ആക്രമണമാണ്. കുറഞ്ഞത് 5 സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ വിമാനത്തിലുണ്ടായിരുന്ന. ആ വലിയ വിമാനം അതൊരു ഇലക്ട്രോണിക് ഇന്റലിജന്റ് വിമാനമോ എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനമോ ആകാം. ഇത് ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ് നിലകൊണ്ടത്. യഥാർത്ഥത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉപരിതല വിമാന നശീകരണമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം മെയ് 9-10 രാത്രിയിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇസ്ലാമാബാദിലെ ബോളാരി വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ മറ്റൊരു എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനം നഷ്ടപ്പെട്ടതായി പാകിസ്ഥാൻ വ്യോമസേനയുടെ മുൻ മാർഷൽ മസൂദ് അക്തർ സ്ഥിരീകരിച്ചിരുന്നു. പാകിസ്ഥാൻ എയർഫോഴ്സിന് 10 അവാക്സ് വിമാനങ്ങളുണ്ട്. അതിൽ 6 എണ്ണം സാബേറിയ വിമാനമാണ്. 4 ചൈനീസ് ZDK-03 കാരക്കോറം ഈഗിൾ. അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിന് 500 യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി 6 അവാക്സ് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഈ വിമാനങ്ങളുടെ പ്രത്യേകത 360 ഡിഗ്രി റഡാർ കവറേജ്, ടാർഗറ്റ് ഗൈഡൻസ്, റിയൽ ടൈം ബാറ്റിൽ മാനേജ്മെന്റ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനാൽ അവാക്സ് വിമാനങ്ങളെ പലപ്പോഴും യുദ്ധവിമാനങ്ങളുടെ കണ്ണും കാതും എന്ന് വിളിക്കുന്നു. അവാക്സ് വിമാനങ്ങളുടെ നഷ്ടം പാകിസ്ഥാന്റെ എന്നല്ല, ഏതൊരു ആധുനിക വ്യോമസേനയ്ക്കും വലിയ തിരിച്ചടി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് അതിഭീമമായ ഒരു നഷ്ടം തന്നെയാണ്. അവർക്ക് ആ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ഒരുപാട് പണവും സമയവും ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അതിൻ്റെയൊക്കെ നിരാശയാണ് അവർ ഇപ്പോൾ കാണിക്കുന്നത്.